9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ഏതൊരു കുട്ടിയുടെയും മനസ്സിൽ വരുന്ന കുറച്ച് ആദികളുണ്ട്. SSLC ആണ്, ആദ്യത്തെ പബ്ലിക് എക്സാമിനേഷൻ എഴുതാൻ പോവാണ്, ഇനി എത്ര പഠിക്കാനുണ്ട്, എല്ലാവരും അറിയുന്ന റിസൾട്ടാണ്, വീട്ടുകാർ ഇപ്പോഴേ പറശ്ശിൽ തുടങ്ങിയിട്ടുണ്ട്, ഇനി സ്കൂളിൽ പോവേണ്ടി വരില്ല, ടീച്ചേഴ്സ് തുടങ്ങും, അതുപോലെ ട്യൂഷൻ സെന്ററിൽ നിന്ന് തുടങ്ങും, എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് SSLC എന്തോ ഒരു സംഭവമാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ SSLC അങ്ങനെ ഒരു സംഭവം തന്നെയാണ്. കാരണം ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക്, ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ പബ്ലിക് എക്സാമിനേഷൻ ആണ്. എല്ലാവരും നോക്കിക്കാണുന്ന റിസൾട്ട്, എല്ലാവരും എടുത്തു നോക്കുന്ന ചോദിക്കുന്ന റിസൾട്ട്. ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ 10ാം ക്ലാസ്സുകാരനല്ലേ, നമ്മൾ പറയില്ലേ ഒരു പുതുമണവാട്ടിയെ കൊണ്ടുവരുന്ന മാതിരിയാ, 10ലല്ലേ, എത്ര മാർക്കുണ്ട്, എത്ര റിസൾട്ട് ഉണ്ട്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് പോകും എന്താണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്? ആദ്യം നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളുടെ പുസ്തകം മാറുന്നില്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും മാറിയിട്ടില്ല. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് എഴുതിയ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും അതേ പാറ്റേണിലെ ബുക്കുമാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മേടിക്കാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന്, നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ പുസ്തകമൊക്കെ മേടിച്ച് പുസ്തകം എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് പറ്റാതെ രേഖൻ്റെ ചാനൽ നോക്കിയാൽ അവിടെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഒന്നാമത് നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ള സിലബസ് എത്രത്തോളം ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ നിങ്ങൾ അപ് ടു ഡേറ്റ് ആവണം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 9ാം ക്ലാസ് വരെ പഠിച്ചു. ആ 9ാം ക്ലാസ് വരെ പഠിച്ച സമയത്ത് ഏത് സബ്ജക്റ്റിലാണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിലാണ്, ഏത് ഏരിയയിലാണ് നിങ്ങളുടെ വീക്ക്നെസ്, അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ അറിയാത്ത ഭാഗം ഏതാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വീക്കായുള്ള ഏരിയാസ്, നമ്മൾ പറയില്ലേ എനിക്ക് മാത്തമാറ്റിക്സിൽ കുറച്ച് മറ്റേ ഡെസിമൽ ഫോംസ് ഒക്കെ വന്നാൽ അയ്യോ തല കറങ്ങി പോവും, എനിക്ക് സോഷ്യൽ സയൻസ് ഒന്നും പഠിച്ചാൽ മനസ്സിലാവില്ല, ഈ ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റ് കണ്ടുപിടിച്ചാൽ ആരാടാവോ, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന സബ്ജക്റ്റുകൾ ഉണ്ടാവില്ലേ, ആ സബ്ജക്റ്റുകളൊക്കെ ഈ വെക്കേഷനിൽ ഒന്ന് എടുത്ത് പൊടി തട്ടുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ട സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരും. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്കുള്ള ബ്രിഡ്ജ് കോഴ്സസും അതുപോലെ ഫൗണ്ടേഷൻ ക്ലാസ്സിലൊക്കെ നമ്മുടെ ചാനൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യാം. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ വീക്ക് ഏരിയാസ് അത് ഏതാണെന്ന് മനസ്സിലാക്കുക, ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. പിന്നെ അടുത്തത് അപ് ടു ഡേറ്റ് ആവുക എന്നുള്ളതാണ്. ഒരു ദിവസം എന്തെങ്കിലും ഒരു കാര്യം ഈ വർഷത്തെ SSLC എക്സാമിനേഷൻ അല്ലെങ്കിൽ അടുത്ത വർഷം എഴുതാൻ പോകുന്ന SSLC പരീക്ഷ അതിൽ ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ നേടാൻ വേണ്ടി ഞാൻ ചെയ്യുമെന്നുള്ളൊരു ദൃഢനിശ്ചയം നിങ്ങളുടെ മനസ്സിൽ വേണം. ഒരു ദിവസം എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പതിയെ പതിയെ തിന്ന് തീർത്താലേ നമുക്ക് എന്തും തിന്നാൻ പറ്റുള്ളൂ, പനയും തിന്നാൻ പറ്റുള്ളൂ. കേട്ടില്ലേ, പയ്യെ തിന്ന പനയും തിന്നാല്. അപ്പോൾ പതിയെ പതിയെ പോവാം. എല്ലാം കൂടെ അവസാനം ഒരുമിച്ച് നേടാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. അത് റിസ്ക് ആണ്. റിസ്ക് എലമെന്റ്സ് മാത്രമല്ല, പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പൊട്ടാന്ന് പറയാൻ SSLC തോൽക്കുക എന്നല്ല ഉദ്ദേശിച്ചത്, വിചാരിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാതെ വരും, അതുപോലെ നിങ്ങൾക്ക് നല്ല സ്കൂൾ കിട്ടാതെ വരും. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു ഫൗണ്ടേഷൻ സെറ്റ് ആക്കുക. SSLC സ്കൂളിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് പല ട്യൂഷൻ സെന്റേഴ്സിലൊക്കെ പോകുന്നവരായിരിക്കും നിങ്ങൾ, അവർക്കൊന്നും ഈ ഫൗണ്ടേഷൻ ക്ലാസ് നല്ലപോലെ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുമായിട്ടാണ് ഏകൻ വരുന്നത്, അത് മറക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോകുക എന്നുള്ളതാണ്. പുസ്തകമൊക്കെ ഒന്ന് ഒപ്പിച്ച് വെക്കുക, നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിക്കാം. എല്ലാവരും നല്ലതേ പറയും, നല്ല അഭിപ്രായം, ഫസ്റ്റ് ഹാഫ് നന്നായിരുന്നു, സെക്കൻഡ് ഹാഫ് നന്നായിരുന്നു, ക്ലൈമാക്സ് സൂപ്പറാന്നേ പറയത്തുള്ളൂ SSLC കുറിച്ച് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എനിവേ സിമ്പിളാണ്. ആർക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് പോകുന്നവർക്കും അതിനെ നല്ല രീതിയിൽ കാണുന്നവർക്കും, അല്ലാത്തവർക്ക് എന്നും എപ്പോഴും അത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അവർക്ക് ജീവിതത്തിലും ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ, ഇങ്ങനെ ലേസി ആയിട്ട് നടക്കുന്നവർക്ക്. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ഒരു കാര്യം കൂടെ എൻ്റെ മക്കൾ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ SSLC ചാനൽ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിച്ചോ, അതുകൂടെ ഇതിനെ കൂടെ മറക്കരുത് കേട്ടോ. അപ്പം മടിയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ കൂടെ ഇങ്ങോട്ട് കൂടുക, നമുക്ക് അങ്ങ് പൊളിച്ചെടുക്കാം. ഏകനുണ്ടായിരിക്കും കൂടെ, ഞങ്ങളുണ്ടായിരിക്കും കൂടെ. താങ്ക് യു, ബൈ.